സിനിമയിലെ തന്നെ ബെസ്റ്റ് വില്ലന്മാർ അവരുടെ എന്തെങ്കിലും ഒരു മോട്ടീവോ അഡ്വൈസോ ഈ ഒരു വേൾഡിലോട്ട് പാസ് ഡൗൺ ചെയ്യും. അതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഡാർക്ക് നൈറ്റിലെ ജോക്കർ. ജോക്കർ ഒരു ക്രിമിനലോ സൈക്കോപാത്തോ അല്ല. അവൻ്റെ ഗോൾ എന്ന് പറയുന്നത് പണമോ പദവിയോ അല്ല. കെയോസിലൂടെ മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരിക എന്നതാണ്. ഗോതം സിറ്റിയിലെ ഓരോ ആൾക്കാരും അവരുടെ സ്വഭാവവും എന്താണ് എന്നുള്ളതാണ് ജോക്കർ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്നും നമുക്ക് ജോക്കർ കാണിച്ചു തരുന്നുണ്ട്. അവർ ഡാർക്ക്നെസ് എക്സ്പോസ് ചെയ്യുക, ആവശ്യ സമയത്ത് ലോയും റൂളും എല്ലാം അവർ ബ്രേക്ക് ചെയ്യുമെന്ന് കാണിച്ചു തരാനാണ് ജോക്കർ ആ ഒരു ഡാർക്ക് നൈറ്റ് സിനിമയിൽ ഉടനീളം പ്രയത്നിക്കുന്നത്. ഇതിലേക്ക് എത്താൻ ജോക്കറിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ജോക്കറിൻ്റെ മാനിപ്പുലേറ്റിംഗ് സ്കില്ല്. ജോക്കർ എങ്ങനെയാണ് ഓരോരുത്തരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ഒരു ഡാർക്ക്നെസ്സിനെ എങ്ങനെയാണ് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗൈഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓപ്പണിംഗ് സീനിൽ നമുക്ക് ജോക്കർ കാണിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിമിനൽസിൻ്റെ ഇടയിൽ ഓണർ എന്ന് പറയുന്നതൊന്നുമില്ല. അവർ പൈസ മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു ദൈവം. സോ ഇങ്ങനെയുള്ള ക്രിമിനൽസ് പൈസയ്ക്ക് വേണ്ടി കൂടെയുള്ള ആളെ പോലും ചതിക്കാൻ മടിക്കില്ല എന്ന് ജോക്കർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം അവർക്കും നാളെ ഇത് തന്നെ സംഭവിക്കാമെന്ന് അവർ തിരിച്ചറിയുന്നില്ല. സോ ആ ഒരു ഹൈസ്റ്റിൻ്റെ ഇടയിൽ ഓരോ ആൾക്കാരുടെയും ഡ്യൂട്ടി കഴിയുമ്പോൾ അവരെ കൊന്നു തള്ളുകയാണ് ജോക്കർ ചെയ്യുന്നത്. ഈ ഒരു ഹൈസ്റ്റിന് ശേഷം ജോക്കർ അവിടെയുള്ള ലോക്കൽ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഫേമസ് ആവുകയാണ്. അപ്പോൾ ഒന്ന് ചോദിക്കും, ജോക്കർ എങ്ങനെയാണ് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ജോക്കർ ഏതൊരാളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവരുടെ മനസ്സിലെ ഡാർക്ക്നെസ് എക്സ്പോസ് ചെയ്തിട്ടാണ്. ആ ഒരു ഡാർക്ക്നെസ്സിനെ തൻ്റെ അഡ്വാൻറ്റേജ് ആക്കുക എന്നുള്ളതാണ് ജോക്കർ ചെയ്യുന്നത്. ഒരാളുടെ മനസ്സിലെ ഡാർക്ക്നെസ്സിനെ കണ്ടുപിടിക്കാൻ ജോക്കർ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ, അവർ എന്തിനാണ് പേടിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. അവർക്ക് ഏറ്റവും വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ജോക്കർ അവരുടെ ഡാർക്ക്നെസ് എക്സ്പോസ് ചെയ്യുന്നതും അവരുടെ വീക്ക്നെസ് കണ്ടുപിടിക്കുന്നത്. ഗോതം സിറ്റിയിലെ മാഫിയയുടെ ബിഹേവിയറിൽ നിന്നും ജോക്കർ മനസ്സിലാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഫിയർ ചെയ്യുന്നത് ബാറ്റ്മാനെയാണ്. അവർ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത് മണിയാണ്. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ബാറ്റ്മാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ജോക്കർ അവരെ തൻ്റെ പ്ലാനിലോട്ട് കോഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് ബാറ്റ്മാനെ താൻ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് ജോക്കർ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. സോ ഈ ഒരു ഓഫർ കേട്ട മാഫിയയുടെ POV എന്ന് ചിന്തിക്കുകയാണെങ്കിൽ 2 ഔട്ട്കോൺ ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ബാറ്റ്മാൻ ജോക്കറിനെ കൊല്ലും, അല്ലെങ്കിൽ ജോക്കർ തൻ്റെ മിഷൻ സക്സസ്ഫുൾ ആക്കും. ഇത് 2 വന്നാലും മാഫിയയ്ക്ക് ഒന്നും പോകാനുമില്ല, എന്നാൽ മിഷൻ സക്സസ് ആയാൽ അവർക്ക് ഒരുപാട് ലാഭമുണ്ട് താനും. സോ അവരിതിന് സമ്മതിക്കുകയാണ്. പക്ഷെ അവിടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മാത്രം അതിനെ എതിർക്കുകയാണ്. കാരണം അവൻ്റെ ഈഗോ ഹേർട്ടാവുകയാണ്. ജോക്കറിനെ കൊല്ലുന്ന ആൾക്ക് റിവാർഡ് തരാമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് മുതലാക്കി ജോക്കർ മരിച്ച പോലെ അവൻ്റെ അടുത്ത് വരികയും അവൻ്റെ ഗാർഡ് ഡൗൺ ചെയ്യുകയും ചെയ്യുകയാണ്. അത് അവൻ്റെ മരണത്തിലോട്ട് എത്തുകയാണ്. എന്നിട്ട് അവൻ്റെ കൂടെയുള്ള 2 ആൾക്കാരിലെ ഒരാളെ താൻ എടുക്കാമെന്നും വേറൊരാളെ മറ്റേ ആൾ കൊല്ലണമെന്നും പറയുകയാണ്. ഇതിലൂടെ ജോക്കർ അവിടെയും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് തൻ്റെ ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് എത്തുന്ന സമയത്ത് എപ്പോഴും തന്നെ മാത്രമേ ഒരാൾ നോക്കുള്ളൂ. അത്രയും കാലം ഒരേപോലെ ഇരുന്നവനാണെങ്കിൽ കൂടി ഒരു പ്രശ്ന സമയത്ത് തൻ്റെ ജീവനായിരിക്കും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുക. അതാണ് മനുഷ്യരുടെ അൾട്ടിമേറ്റ് സ്വഭാവം എന്നാണ് ജോക്കർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതവിടെ പ്രൂവ് ആവുകയാണ്. സോ ഇതൊക്കെയാണ് ജോക്കർ, ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ജോക്കർ ക്രിമിനൽസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ബാറ്റ്മാൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഗോതം സിറ്റിയിൽ ഒരു ശാന്തത കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് സപ്പോർട്ട് ബാറ്റ്മാന് നല്ലോണം ഉണ്ട്. സോ ജോക്കർ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ബാറ്റ്മാൻ തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നത് വരെ ഓരോ ഇന്നസെൻറ്റ് പീപ്പിളിനെയായിട്ട് താൻ ദിവസവും കൊല്ലുമെന്ന് ജോക്കർ പറയുകയാണ്. സോ ഇത് പബ്ലിക്കിലൊരു നെഗറ്റീവ് ഇമേജ് കൊണ്ടുവരികയാണ്. ആരുടെ എക്സിസ്റ്റൻസ് ആണോ പീസ് കൊണ്ടുവന്നത്, ജോക്കർ അതേ എക്സിസ്റ്റൻസിനെ തന്നെ ഒരു ഡേഞ്ചറാക്കി മാറ്റുകയാണ്. ഇത് ബ്രൂസ് വെയിനെ ഒരുപാടധികം തളർത്തുന്നുണ്ട്. തൻ്റെ കാലം കഴിഞ്ഞു എന്ന ഒരു തോന്നലിലേക്ക് ബ്രൂസ് വെയിനെ തള്ളിയിടാൻ ജോക്കറിനെ കൊണ്ട് പറ്റുന്നുണ്ട്. സോ ബ്രൂസ് വെയിൻ തൻ്റെ എല്ലാ പ്രതീക്ഷയും ഹാർവി ഡെൻറ്റിലോട്ട് വയ്ക്കുകയാണ്. ഈ ഒരു സീൻ ഞാൻ പറഞ്ഞുതരാം. ജോക്കർ റേച്ചലിനെ ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് ഇടുന്ന ഒരു സീനുണ്ട്.
ആ ടൈമിൽ ബ്രൂസ് വെയിൻ അവിടെയുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് റേച്ചലിനെ സേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗോതം സിറ്റിയെയും അവിടെയുള്ള എല്ലാ ആൾക്കാരെക്കാളും ബാറ്റ്മാൻ ആരെയാണ് വില കൽപ്പിക്കുന്നതെന്ന് ജോക്കർ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. സോ ഈ ഒരു കീ ഡീറ്റെയിൽ ജോക്കർ പിന്നീട് ഒരു സമയത്ത് ഉപയോഗിക്കുന്നതുമുണ്ട്. പിന്നെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, പബ്ലിക് ഒരിക്കലും ബാറ്റ്മാനെ അല്ല വാല്യൂ ചെയ്യുന്നത്, ബാറ്റ്മാൻ കൊണ്ടുവരുന്ന റിസൾട്ടിനെയാണ്. വൺസ് ആ ഒരു റിസൾട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ബാറ്റ്മാനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിർത്താൻ തുടങ്ങും. അവർക്ക് ബാറ്റ്മാനെ കൊണ്ട് ഉപയോഗമുള്ളിടത്തോളം കാലമാണ് ബാറ്റ്മാനെ അവർ ഓർക്കുകയും ബാറ്റ്മാൻ്റെ ഐഡിയോളജി അവർ പിന്തുടരുകയും ചെയ്യുക. ഒരിക്കൽ ആ ഒരു ആവശ്യം അവർക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർ ബാറ്റ്മാനെ ഒരിക്കലും വാല്യൂ ചെയ്യില്ല എന്ന് ജോക്കർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജോക്കർ എപ്പോഴും 2 പടി മുമ്പിലായിരിക്കും. കാരണം അദ്ദേഹത്തിന് എത്തിക്സോ റൂൾസോ ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് ഫോളോ ചെയ്യുന്നതുമുണ്ട്. സോ ദേ ബിക്കം പ്രഡിക്റ്റബിൾ. ഇത് മാനിപ്പുലേറ്റർ ആയിട്ടുള്ള ജോക്കറിനെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജോക്കറും ബാറ്റ്മാനും കൂടി ഒരു ഫേസ് ഓഫ് ആവുന്ന ഒരു സീനുണ്ട്. ആ ഒരു ബാറ്റ്മാൻ ബൈക്കിൽ വരുമ്പോൾ ജോക്കറിനെ ആക്സിഡൻ്റ് ആക്കാൻ പോകുന്ന ഒരു സീൻ. ജോക്കർ അവിടുന്ന് മാറുന്നേ ഇല്ല. കാരണം ബാറ്റ്മാൻ തന്നെ ഒരിക്കലും ഇടിക്കില്ല. ഇടിച്ചു കഴിഞ്ഞാൽ അത് ബാറ്റ്മാൻ്റെ ആരെയും കൊല്ലില്ല എന്നുള്ള ഐഡിയോളജിക്ക് എതിരാണെന്ന് ജോക്കറിന് അറിയാം. സോ അതുകൊണ്ട് തന്നെ ജോക്കർ അവിടുന്ന് മാറുന്നില്ല. പക്ഷെ ബാറ്റ്മാൻ അവിടുന്ന് ആ ഒരു ബൈക്കിനെ അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. കാരണം അത് തട്ടിയാലും അവിടെ ജോക്കറാണ് വിജയിക്കുക. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മറ്റുള്ളവർ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നതിനെയും കൂടി ജോക്കർ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് ജോക്കർ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന സീന്. ഒറ്റ ഫോൺ കോൾ മാത്രം മതി ജോക്കറിന് അവിടുന്ന് രക്ഷപ്പെടാൻ. പക്ഷെ അത് കിട്ടാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറിനെ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് തൻ്റെ എത്ര കൂട്ടുകാരെയാണ് താൻ കൊന്നത് എന്ന് ജോക്കർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനം എന്തുകൊണ്ടാണ് താൻ കത്തി ഉപയോഗിക്കുന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. കത്തിയാവുമ്പോൾ അവരുടെ ചെറിയ ചെറിയ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവർ ആരായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇരുന്ന് എത്ര പേരാണ് കവേർഡ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒറ്റ ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അത്രയും നേരത്തെ എല്ലാ ക്ഷമയും പോവുകയാണ്. സോ അദ്ദേഹം ജോക്കറിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയും ജോക്കർ അയാളെ തിരിച്ചടിച്ച് ആ ഒരു കീയും അതൊക്കെ വാങ്ങിച്ച് അവിടെ ഫോണും എല്ലാം ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. സോ ഇതിലൂടെയൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നതിലും ജോക്കർ ബ്രില്യൻ്റാണ്. സോ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ജോക്കർ ഒരു ബെസ്റ്റ് മാനിപ്പുലേറ്ററും ആകാനുള്ള കാരണം മറ്റുള്ളവർ എന്തൊക്കെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. സോ അതിനെ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഔട്ട് ഓഫ് ക്യാരക്ടറായി പോവും. സോ അങ്ങനെ ആവുന്ന സമയത്ത് അവരൊരു വീക്ക്നെസ് നമുക്ക് തരും. ആ വീക്ക്നെസ്സിനെ മുതലാക്കിയിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ജോക്കറിന് എത്തിക്സോ റൂൾസോ ഒന്നും തന്നെ ഇല്ല. സോ ജോക്കറിനെ കുറിച്ചുള്ള അറിവ് ഇവർക്ക് ഇല്ലാത്തതും ഇവരെ ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് കൊണ്ടുവരും. ജോക്കറിന് ഒരു അഡ്വാൻറ്റേജും തരും. റേച്ചലിനെയും ഹാർവിയും തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ജോക്കർ ബാറ്റ്മാൻ ഒരു ചോയ്സ് കൊടുക്കുകയാണ്. 2 ആളുടെയും അഡ്രസ്സും കൊടുത്തിട്ട് ഒരാളെ ചൂസ് ചെയ്യാൻ പറയുകയാണ്. ബാറ്റ്മാൻ എപ്പോഴും പറയാറുള്ളത് ഗോതം സിറ്റിയുടെ പീസ്ഫുൾ ഫ്യൂച്ചറാണ് തൻ്റെ ഡ്രീം എന്നാണ്. അതിനെ താൻ എപ്പോഴും മുൻതൂക്കം കൊടുക്കുള്ളൂ എന്നാണ്. സോ അദ്ദേഹം ചൂസ് ചെയ്യേണ്ടിയിരുന്നത് ഹാർവിയാണ്. കാരണം ഗോതം സിറ്റിയുടെ ഫേസ് എന്ന് പറയുന്നത് ഹാർവിയാണ്. പക്ഷേ ആ സമയത്ത് ആ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ ബാറ്റ്മാൻ ഹാർവി അല്ല ചൂസ് ചെയ്യുന്നത്, റേച്ചലിനെയാണ്. സോ ബാറ്റ്മാൻ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബാറ്റ്മാൻ പോലും സെൽഫ് ഇൻട്രസ്റ്റഡ് ആവുകയാണ് എന്ന് ജോക്കർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ജോക്കറിൻ്റെ ഐഡിയോളജിയിലെ മറ്റൊരു വിക്റ്റിമായിട്ട് അവിടെ ബാറ്റ്മാൻ മാറുകയാണ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് എന്താ പറഞ്ഞാൽ, ജോക്കർ അഡ്രസ്സ് മാറിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. റേച്ചലിൻ്റെ പിന്നാലെ പോയിട്ടുള്ള ബാറ്റ്മാൻ കിട്ടുന്നത് ഹാർവിയാണ്. സോ റേച്ചൽ അവിടെ മരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഹാർവിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ജോക്കറിനൊരു അവസരം കിട്ടുകയാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബാറ്റ്മാൻ ആയാലും ജോക്കറിൻ്റെ ഒരു വിക്റ്റിമായി മാറുകയാണ്. ഇതിൻ്റെ എല്ലാം അവസാനം ബാറ്റ്മാൻ പതിയെ എല്ലാത്തിൽ നിന്നും പിന്മാറാൻ തുടങ്ങി. ഇനി ബാക്കിയുള്ളത് ഹാർവിയാണ്. ഒരുപാട് ജനങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഹാർവിയെ തൻ്റെ ഒരു പപ്പറ്റാക്കുന്നതിലൂടെ ജോക്കറിൻ്റെ ഐഡിയോളജി പൂർണ്ണമായിട്ടും വിജയിക്കും. റേച്ചലിൻ്റെ മരണം ഹാർവിയെ ഒരുപാട് തളർത്തുന്നുണ്ട്. ഒരൊറ്റ പ്ലാനിലൂടെ ബാറ്റ്മാനെയും ഹാർവിയെയും തളർത്താൻ ജോക്കറിന് പറ്റി എന്നുള്ളതാണ്. സ്റ്റേറ്റസ്, സിറ്റിയുടെ ആൾക്കാരുടെ ഒരു റെസ്പെക്റ്റ്, ഇതെല്ലാം ഹാർവിക്ക് ആയതുകൊണ്ടാണ് അവർ റേച്ചലിനെ ഉപേക്ഷിച്ചതെന്ന് ജോക്കർ ഹാർവിയോട് പറയുകയാണ്. അതായത് സിറ്റിക്ക് ഏറ്റവും ആവശ്യം ഹാർവിയാണ്. അവർ ഏറ്റവും ആവശ്യമുള്ള ഒരാളെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ.
ബാക്കി ഒരു ക്രൂഷ്യൽ പോയിൻ്റിൽ അവർ ബാക്കിയുള്ളവരെ ഒഴിവാക്കും. ഇന്നസെൻറ്റ് പീപ്പിൾ ആണെങ്കിൽ കൂടി അവരെ ഒഴിവാക്കും. അതുകൊണ്ടാണ് അവർ റേച്ചലിനെ അബാൻഡൻ ചെയ്തതെന്ന് ജോക്കർ ഹാർവിയോട് പറയുകയാണ്. ഇതും കൂടി കേട്ടപ്പോൾ ഹാർവി ഒരുപാട് ട്രിഗർ ആവുകയാണ്. റേച്ചലിൻ്റെ മരണം അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു മുറിവിനെ ജോക്കർ തൻ്റെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റുകയാണ്. സോ ഇതും കൂടി കേട്ടപ്പോൾ താൻ എന്താണോ ഇത്രയും കാലം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതിനെ നശിപ്പിക്കുന്ന ഒരു മോൺസ്റ്ററായിട്ട് ഹാർവി മാറുകയാണ്, അല്ലെങ്കിൽ ജോക്കർ മാറ്റിയെടുക്കുകയാണ്. ജോക്കർ അടുത്തതായി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഗോതം സിറ്റിയിലെ പീപ്പിളിനെയാണ്. കൗമാൻ റേസിനെ കൊന്നില്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ തന്നെ നശിപ്പിക്കുമെന്ന് ജോക്കർ പറയുകയാണ്. കൊല്ലുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാലും നീ അല്ലെങ്കിൽ ഞാൻ എന്നൊരു പോയിൻ്റ് വന്നാൽ എല്ലാവരും അവനവനെ രക്ഷിക്കാനാണ് നോക്കുകയെന്ന് ജോക്കർ ഈ ഒരു സീനിലൂടെ കൺഫേം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് അവനവൻ്റെ ഗുണമുണ്ടെങ്കിൽ മാത്രമേ ലോയും റൂൾസും ഏതൊരാളും ഫോളോ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ആ ഒരു സീനുകളിൽ കാണാൻ പറ്റും. സോ ജോക്കർ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്താ പറയുക, എങ്ങനെ അവരെ കറപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സീൻസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്തൊക്കെ നമ്മൾ ന്യായം പറഞ്ഞാലും നമ്മൾ ജീവിക്കണമെങ്കിൽ എന്നൊരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് അറ്റത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നുള്ള ആ ഒരു ജോക്കറിൻ്റെ ഫിലോസഫിയാണ് ഇവിടെ കറക്റ്റായി വരുന്നത്. തൻ്റെ ഫൈനൽ ട്രിക്കായിട്ട് ജോക്കർ പറയുന്നത് താൻ പുതിയൊരു ഗെയിം തുടങ്ങാൻ പോവുകയാണ്. സോ ഇതിന് താല്പര്യമില്ലാത്തവർ ഈ നിമിഷം തന്നെ ഈ ഒരു സിറ്റി വിടണം എന്നുള്ളതാണ്. തങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് സിറ്റിയാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ നിന്നും അവർ പോവുകയാണ്. ഒരു ഷിപ്പിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. മറ്റൊരു ഷിപ്പിൽ ക്രിമിനൽസുമായിട്ട് പോകുന്നുണ്ട്. സോ ഈ 2 ഷിപ്പും കൂടി പോകാൻ നിൽക്കുമ്പോഴാണ് ജോക്കർ പറയുന്നത് ആ 2 ഷിപ്പിലും ബോംബ് വെച്ചിട്ടുണ്ട്. ഒരു ഷിപ്പിൻ്റെ ബോംബിൻ്റെ ഡെറ്റണേറ്റർ മറ്റേ ക്രിമിനൽസിൻ്റെ ആ ഒരു ഷിപ്പിൽ ബോംബിൻ്റെ ഡെറ്റണേറ്റർ നോർമൽ പീപ്പിൾസിലും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അതിൽ ഏതെങ്കിലും ഒരു ഷിപ്പിനെ നിങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തിരിക്കണം. മിഡ്നൈറ്റിനുള്ളിൽ 2 ആയില്ലെങ്കിൽ താൻ 2നെയും ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. ഇതിലൂടെ ഇന്നസെൻറ്റ് പീപ്പിള് ഡാർക്ക് സൈഡിലേക്ക് തള്ളാനാണ് ജോക്കർ ശ്രമിക്കുന്നത്. കാരണം ക്രിമിനൽസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഇന്നസെൻറ്റ് പീപ്പിളിനേക്കാളും ലെസ് മോറലാണ്. ബട്ട് ഈവൺ ദോ ദേ ആർ ലൈഫ്സ്, അവർക്ക് ചിലപ്പോൾ ഇനി ആ ഒരു ജയിൽവാസം കഴിഞ്ഞ് പലരും എന്താ പറയുക നോർമൽ ജീവിതത്തിലോട്ട് വരാൻ നിൽക്കുന്നവരുണ്ടാവാം. സോ നിങ്ങൾ ആരെ ചൂസ് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷനാണ് ഗോതം സിറ്റിയിലെ ആൾക്കാരോട് ജോക്കർ ചോദിക്കുന്നത്. ബട്ട് ദി എൻഡ് ഓഫ് ദി ഡേ അത് നടക്കുന്നില്ല. ആ പ്ലാൻ ഫെയിൽ ആവുകയാണ്. കാരണം ആ 2 ഷിപ്പും പൊട്ടുന്നില്ല. സോ ജോക്കറിൻ്റെ ഈ ഒരു ടെസ്റ്റിൽ നിന്നും പീപ്പിൾ രക്ഷപ്പെടുന്നുണ്ട്. ബട്ട് ദി എൻഡ് ഓഫ് ദി ഡേ ജോക്കറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പല സമയത്തും വിജയിക്കുകയാണ് ചെയ്തത്. ബാറ്റ്മാനെ ഡാർക്ക് നൈറ്റ് ആക്കുന്നത് ജോക്കറാണ്. ഹാർവി ഡെൻറ്റിനെ ഒരു മോൺസ്റ്റർ ആക്കുന്നതും ജോക്കറാണ്. സോ പല പോയിന്റിലും ജോക്കർ വിജയിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമാ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റിട്ടൺ വില്ലൻസ് ആയിട്ട് ജോക്കർ മാറുന്നത്. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.